കണ്ണാടി നോക്കി പഠിക്കാലോ. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതേ രാവിലെ തന്നെ നമ്മുടെ ബേബിയുടെ ഡ്രൈ ഷീറ്റില്ലേ, ഇത് ഞാൻ ഹാഫാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. അത്രയും വലിപ്പത്തിൽ ഇപ്പോൾ നമ്മൾ മടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ യൂറിൻ ആവാതിരിക്കാൻ നിസ്കരിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 2 പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇതേ നമ്മളൊരു സാധനം അൺബോക്സ് ചെയ്യാണ്. നമ്മുടെ ബേബിക്ക് വന്ന ഒരു അടിപൊളി കിടിലൻ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതൊരു രാത്രിയാണ് നമ്മളിതിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഇത് കണ്ടോ, നമ്മുടെ ബേബിക്ക് വേണ്ടി ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും വാങ്ങിച്ച ഒരു അടിപൊളി തൊട്ടിലാണ് കേട്ടോ. സൂപ്പർ, അതായത് പുതിയ മോഡൽ ഒരു തൊട്ടിലാണ് ഇത്. ഞാൻ ഇത്രയും ദിവസം എടുക്കാതെ ഇരുന്നത് മഞ്ഞളോ മറ്റോ ഒന്നും ആയി നാശാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ക്രാഡിൽ സെറമണിക്ക് നമുക്ക് മൊത്തത്തിലെല്ലാം കൂടെ വെച്ച് അടിപൊളിയാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ അൺബോക്സ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് മാത്രമേ ഇതിൽ നമ്മൾ ബേബീനെ കിടത്തിയിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിലുള്ള മഞ്ഞൾ ഒന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ട്. ഇത് പുതിയത് അതിൻ്റെ ആ ഒരു പെയിൻറ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കുട്ടികൾക്ക് കിട്ടുന്നില്ല കേട്ടോ. അവിടെ പിടിച്ചാലേ വരുള്ളൂ, കാരണം അത് ഒട്ടിയിരിക്കുകയാണ്. കാരണം കൈ പെടും. നീ ഇവിടെ വെച്ചിരിക്കുന്ന ഈ കൈ എന്താ ബട്ടൺസ് എന്താ കോമാളിത്തരം കാണിക്കണ. നീ ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഇതുപോലത്തെ തൊട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ബേബീൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ 40 ആവാറായിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീട് മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് അലങ്കോലത്തിൽ കിടക്കുകയാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും മറ്റുമൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബിക്ക് തൊട്ടിൽ വന്നപ്പോൾ നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് വിഷമാവും, ചുച്ചുക്കുട്ടിക്ക് ഒന്നും ഇല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന നമ്മുടെ സ്റ്റഡി ടേബിൾ എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇക്കതേ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചുച്ചുക്കുട്ടിയും ഹാപ്പിയായി. എന്തായാലും ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ വലിയ കുട്ടികളെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിലും അവർക്ക് പെട്ടെന്നൊരു വിഷമാവൂലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ചുച്ചുക്കുട്ടിയുടെ. പിന്നെ അതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അയച്ചോ അവിടെ അയച്ചോക്ക് പനി, ബേബിക്ക് ചുമ, മൊത്തം അയച്ചോക്ക്. അയച്ചു ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ട് കാണുമ്പോൾ. ഫിൽറ്ററാണ്, ഫിൽറ്റർ തന്നെ അങ്ങനെയുണ്ട്. പറഞ്ഞാലും കേൾക്കില്ല, അതൊന്നും പറയാത്തത് എനിക്ക് നല്ലത് വിചാരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് ജോബ് വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ എൻ്റെ പേരിൽ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പാണ് വരിക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കമ്പനീസിൽ ജോലികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് വരും, നമ്മൾ ഇപ്പോൾ ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ പോരാ, അങ്ങനെയൊക്കെ. എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ജോലി കിട്ടുന്ന ഒരു ആപ്പാണ്. തികച്ചും ഫ്രീ ആണ്. 100% ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇത് നടക്കുന്നത്. അതായത് വലിയ വലിയ കമ്പനികൾ എന്ന് പറയുമ്പോൾ റിലയൻസ്, HDFC ബാങ്ക് ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് കേട്ടോ നമുക്ക് ജോലി കിട്ടുന്നത്.
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 100% ഫ്രീ ആണ്. പിന്നെ അതുപോലെ നമുക്ക് കമ്പനികളായിട്ട് നേരിട്ട്, അതായത് പ്ലേസ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ കമ്പനികളിലേക്ക് നമുക്ക് നേരിട്ട് കോൾ ചെയ്യാൻ പറ്റും. എല്ലാ കമ്പനികളിലേക്കും വിളിക്കാനുള്ള നമ്പർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലിങ്കിലൂടെ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് നമുക്ക് നേരിട്ട് ഒരു ആക്സസ് ഉണ്ടാവും. പിന്നെ അതുപോലെ സാലറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തവർക്ക് 25K to 30K വരെ നമുക്ക് സാലറി കിട്ടും. ഇനി കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ 40K നമുക്ക് സാലറി ഇൻക്രീസ് ആയി കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിൽ ഭയങ്കര ഈസിയാണ് ജോലി കിട്ടാൻ. എല്ലാ ടൈപ്പ്, ഇപ്പോൾ യങ് ആണെങ്കിലും ബോയ് ആണെങ്കിലും വളരെ ഓൾഡ് മാൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ജോലി കിട്ടും. നിങ്ങളുടെ ഫാമിലി സർക്കിളിൽ നമ്മുടെ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജോബ് ലിങ്ക് ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ വന്നിട്ട് ആമസോണിൽ ജോലി കിട്ടാൻ അവസരമുണ്ട്. HDFC ബാങ്ക്, റിലയൻസ്, ഇതുപോലെ വലിയ വലിയ കമ്പനികളിൽ ജോലി കിട്ടാനുള്ള അവസരമുണ്ട്. പോരാത്തതിന് നമുക്കിപ്പോൾ സ്കില്ല് വേണമെന്നില്ല, ഡിഗ്രി വേണമെന്നില്ല, നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ഇതുപോലെ ഒന്നും ഇല്ലെങ്കിലും ഈസി ആയിട്ട് കിട്ടുന്ന ജോലികളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് അറിയുന്നവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കും കൂടെ കിട്ടും. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ്, പിന്നെ അതുപോലെ ക്യാബ് ഫെസിലിറ്റി, മൊബൈൽ റീചാർജ്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചില കമ്പനീസ് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. 100% ഫ്രീ ആണ്. നമ്മുടെ ഈ ഒരു ജോബ് ലിങ്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്നിട്ട് ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, പിന്നെ അതുപോലെ പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബ്, പിന്നെ കുറച്ച് വർക്ക് ഫ്രം ഹോം, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ രണ്ടാളെയും ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇത്രയും ചെറിയ കുട്ടിക്ക് നമ്മൾ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നാസൽ ഡ്രോപ്സ് മാത്രമാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇതേ ഇവിടെ റെനാൻ്റെ റൂമൊക്കെ ഒന്ന് മാറ്റാണ്, അതായത് അവിടെ ഒക്കെ ഒന്ന് വയ്ക്കുകയാണ്. ഈ റൂം നമ്മൾ മൊത്തത്തിൽ പോവാണ് കേട്ടോ, അതായത് ബേബി റൂമാക്കി നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. റെനാനെ മുകളിലേക്കും പറഞ്ഞേക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ. വൈറൽ ഉള്ളിക്കിട്. എനിക്കിതൊന്നും ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല, പക്ഷെ ഒക്കെ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ട് എല്ലാം അവിടെ മാറ്റി വയ്ക്കി, ഇവിടെ മാറ്റി വയ്ക്കി, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. റനാനെ കൊണ്ടും ഹയാനെ കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീട് മൊത്തം അലങ്കോലമായിട്ടുണ്ട് കേട്ടോ. എല്ലാം എന്താ പറയുക, ABCD തൊട്ട് A തൊട്ട് Z വരെയും അലങ്കോലം എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേക്കും എല്ലാം മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് മക്കളും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 2-3 പണിക്കാർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം ഏകദേശം ഒന്ന് സെറ്റായി. അയച്ചോ പഠിക്കിപ്പോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈവനിങ് ഒന്ന് ഷോപ്പിലേക്ക് പോകണമായിരുന്നു. ഞാൻ റനാനോട് പോയിട്ട് എല്ലാം എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. അതായത് പിറ്റേ ദിവസം നമ്മുടെ കുട്ടികളുടെ ഫോട്ടോഷൂട്ടുള്ളതാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞില്ല, നീ വന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ പുറത്തു പോയാലും ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കാണും. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്കിങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും കേട്ടോ. നമ്മളൊരാളെ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ലേ. അതും അവർ അത്രത്തോളം ആ ഇഷ്ടത്തോടെ സിലു, അതായത് നമ്മൾ ഫാമിലീനെ വിളിച്ചിട്ട് വരുന്ന പോലെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നെ ചീത്ത പറയണോ ഗൈസ്, വീഡിയോ എടുത്ത് ഞാനൊരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് പാലക്കാട് പുതിയൊരു സംഭവം. ഞാൻ കുറച്ച് ദിവസം ഉള്ളിലാകുമ്പോഴേക്കും പാലക്കാട് മൊത്തം മാറി. എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. വലിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഇവർ പെട്ടെന്ന് കെട്ടുന്ന എന്തോ രീതിയിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഷോക്കായി പോയിട്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് വന്ന് നോക്കാം റേറ്റൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ നന്നായിട്ട് റേറ്റ് നോക്കിയിട്ട് മാത്രം സാധനം വാങ്ങുന്ന ഒരാളാണ്. എൻ്റെ നടത്തം കാണുമ്പോൾ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലേ. എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. ഇപ്പോഴും പ്രഗ്നൻ്റ് ആയവർ നടക്കുന്ന പോലെ നടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്കിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അത് ബോധ്യായി. നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോഴെല്ലാം അറിയാം. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് നോക്കിയ സമയത്ത് കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സന്തോഷമായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ സെക്ഷനിൽ എനിക്കും കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് നോക്കിയപ്പോഴാണ് ഞാനൊരു മദാമൻ്റെ ലുക്കായിട്ടുണ്ട് മൊത്തത്തിൽ തടി വെച്ചിട്ട്. ഇത് വന്നിട്ട് നമ്മൾ
നമ്മൾ ഹയാനിന് എടുത്തതാണ് ബ്ലാക്ക് കളർ. എല്ലാവരും ബ്ലാക്ക് കളറിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അമ്മ പറഞ്ഞോ നമ്മള് ഡ്രസ് എടുത്തു. പക്ഷെ അമ്മയ്ക്ക് കിട്ടിയില്ല സാഡ്ലി. എനിക്ക് എപ്പോഴും കിട്ടില്ല, കാരണം ഒന്നോ ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ സ്ലീവ് ഉണ്ടാവില്ല. നമുക്ക് ഫുൾ സ്ലീവ് അല്ലേ വേണ്ടത്. അത് നോക്കി നോക്കി എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോ ഏതെങ്കിലും പഴയത് ഇടണം. എന്തോ ഒരു ചിക്ക് 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 പിന്നെ ഇക്കാക്കൊക്കെ പൊളിച്ചിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബിഗ് പർച്ചേസ് വരാനുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഷോപ്പിലേക്കൊക്കെ പോയിട്ട് വന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമേ കിട്ടായികയുള്ളൂ. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പിയോ എന്തെങ്കിലും ആവാമെന്ന് വിചാരിച്ചിട്ട് ഇത് രാത്രിയത്തെ ഫുഡാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് പാസ്ത മാക്രോണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ അതേ ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് തക്കാളി ഇട്ടിട്ട് പെട്ടെന്ന് ഈസിയാക്കി ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം നമ്മളൊരു പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്നിച്ച് തണുത്തതിന് ശേഷം കേട്ടോ. ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് കൊടുത്തിട്ട് ആ പേസ്റ്റ് മൊത്തത്തിൽ നമുക്ക് നമ്മുടെ മാക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. ആ സമയം മാക്രോണി നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടാവണം. ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊക്കെ വേവിക്കില്ല, ആ രീതിയിൽ. അപ്പോൾ അത് ഇതേ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത രീതിക്കാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രേവി വന്നിട്ട് ഇതുപോലെ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മാക്രോണിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. മാക്രോണി രാത്രിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് സ്പെഷ്യൽ വേണമെന്ന് പറയുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ എളുപ്പപ്പണി. ഇത് ഇനി എല്ലാ മസാലയും കൂടെ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീമി ആയിട്ടുള്ള നമുക്ക് പാസ്ത കിട്ടൂലേ. അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ക്രീം വേണം. ഇത് കുറച്ച് ക്രീം കുറവാണ്, നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ സ്പെഷ്യൽ ജോബ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ കയറി ഡൗൺലോഡ് ചെയ്യുക ആപ്പ്. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വലിയ വലിയ കമ്പനീസിൽ നല്ല അടിപൊളി ജോബ്സ് ഒക്കെ കിട്ടും. തികച്ചും ഫ്രീ ആണ്. നമുക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടുകയും ചെയ്യും. അതായത് കമ്പനിക്കാരുടെ നമ്പർ, ഡയറക്റ്റ് നമ്പർ നമുക്ക് കിട്ടും. അവരെ വിളിച്ച് അന്വേഷിക്കാം, എല്ലാം ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ജോലികൾ എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയെന്ന് അറിയോ? സെയിൽസിലുണ്ടാവും, മാർക്കറ്റിങ്ങിലുണ്ടാവും, ടെലികോളിങ്, പിന്നെ അതുപോലെ മെനി മോർ ജോബ്സ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ് ബിഗസ്റ്റ് കമ്പനീസിൽ, അത് പ്രത്യേകിച്ച് ആലോചിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ലൈഫിൽ സെറ്റിൽ ചെയ്യാനൊക്കെ കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ്. 100%ഓളം ഫ്രീ ഓഫ് കോസ്റ്റിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിളിന് ഇപ്പം തന്നെ ആപ്പിലൂടെ ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്പനിയായിട്ട് ഡയറക്റ്റ് ആക്സസും കൂടെ കിട്ടുന്നതാണ്. എവിടെ എൻ്റെ സുന്ദരി കുട്ടി? കിട്ടിയാ? തണ്ടടേ, സന്തോഷം നോക്ക്, ചിരി നോക്ക്. പാവ ചുണ്ട് പൊട്ടിയത് അറിയണം. അല്ല, ഇതിനു വേണ്ടി എത്ര ദിവസമായി കാത്തിരിക്കണമെന്ന് അറിയാലേ ചുച്ചു. അതിപ്പോ കണ്ണാടി നോക്കി പഠിക്കാലോ. കണ്ണാടി നോക്കി പഠിക്കാലോ. ഹായ് ഫ്രണ്ട്സ് പറ. ടൈം നോക്കാലേ, ടൈം നോക്കാം. പെൻസിലോട് വെക്കാം. പെൻസിൽ ഇതിലിട്ട് ടൈം നോക്കാം. പെൻസിൽ ഹൈറ്റ് കുറച്ച് കുറയ്ക്കണക്ക. ശരിക്കത്തെ വാച്ചാണത്. ഒരേ ചിരി, ഒരേ ചിരി. ആ ടൈം ആകും. ടൈം ആയോ? ഉറങ്ങണം.